ഹലോ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇത്രയുമാണ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ്, പിന്നെ കുറച്ച് സിമൻറ്റ് വേണം, കുറച്ച് കട്ടിയുള്ള ടർക്കി, കമ്പി വേണം, ഫ്ലവർ മേക്കിങ്ങിന് ഉപയോഗിക്കുന്ന കമ്പി വേണം, ദെൻ ഗ്രീൻ കളറിലെ ഇൻസുലേഷൻ ടേപ്പാണത്, പിന്നെ ഒരു ചാർട്ട് പേപ്പർ കട്ടിയുള്ളത്, അത് 10 സെൻറ്റിമീറ്റർ വലിപ്പമുള്ളതാണ്, സ്ക്വയർ പീസ്, ദെൻ സിസേഴ്സ്, ദെൻ നമുക്ക് ഫെവിക്കോളിൻ്റെ ഗ്ലൂ വേണം. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യമേ തന്നെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന സ്ക്വയർ പീസിൽ കട്ടിയുള്ള പേപ്പർ എടുത്ത് നമുക്ക് ഇതുപോലെ മടക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ഷേപ്പ് കിട്ടും. ഇതിനെ സിസേഴ്സ് വെച്ച് കറക്റ്റ് ചെയ്യുക, പെറ്റൽ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. വേണമെങ്കിൽ നമുക്ക് ഒരു പെൻസിൽ വെച്ചിട്ട് ഇതുപോലെ ഷേപ്പ് ഇട്ടിട്ട് വെട്ടിയെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ സിസേഴ്സ് വെച്ച് ഡയറക്റ്റ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു പെറ്റൽ ഷേപ്പ് കിട്ടും. അതിനുശേഷം ഇതിൻ്റെ താഴത്തെ ഭാഗം കുറച്ച് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനത്തെ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും. അതുപോലെ ഒരു 4 പീസ് നമ്മളിതുപോലെ കട്ട് ചെയ്ത് വെക്കുക. അതിനുശേഷം ഓരോ പെറ്റൽസ് നമുക്ക് ഈ റൗണ്ടിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റാം. സെക്കൻഡ് വൺ എടുക്കുമ്പോൾ 2 എണ്ണം കട്ട് ചെയ്ത് കളയാം. തേർഡ് വണ്ണിന് 3 എണ്ണം കട്ട് ചെയ്ത് കളയാം. ഫോർത്ത് വണ്ണിന് 4 എണ്ണം കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമുക്കിതുപോലെ കിട്ടി. ഇനി നമുക്ക് കമ്പി എടുത്തിട്ട് ഇതിൻ്റെ അറ്റം ഒന്ന് വളച്ചു കൊടുക്കാം. ഇതുപോലെ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പെറ്റൽസ് എടുത്തിട്ട് ഗം വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ അങ്ങനെ എല്ലാം ഒട്ടിച്ചെടുക്കുക. അതിനുശേഷം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കമ്പിയിൽ ഏറ്റവും ചെറിയ പെറ്റൽ ആദ്യം കോർക്കുക. ഇതുപോലെ ദെൻ സെക്കൻഡ് വൺ, സെക്കൻഡ് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽ കുറച്ച് ഗ്ലൂ ഇട്ട് കൊടുക്കുക. ഈ പെറ്റൽസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇതുപോലെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ടൊരു റോസ് റെഡിയായി കിട്ടും. ഇതിന് ശേഷം നമുക്ക്
ഗ്രീൻ കളറിലെ ടേപ്പ് സ്റ്റെമ്മിന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫ്ലവർ റെഡിയായി. ഇനി ഇതിൻ്റെ പെറ്റൽസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പെന്നെടുത്തിട്ട് ഇതുപോലെ ഒന്ന് പതുക്കെ റോൾ ചെയ്ത് കൊടുക്കുക. എല്ലാ പെറ്റൽസ് റോൾ ചെയ്ത് കൊടുക്കുക. പേപ്പർ ഉപയോഗിക്കുമ്പോൾ കുറച്ച് കട്ടിയുള്ള പേപ്പർ ഉപയോഗിക്കുക. അപ്പോൾ നമുക്കിതുപോലെ നല്ല രീതിയിൽ ഫ്ലവർ കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ റോസ് ഫ്ലവർ. അപ്പോൾ ഇതാണ് നമ്മുടെ റോസ് ഫ്ലവർ. ഇനി നമുക്ക് ഇതിന് വെക്കാൻ പറ്റിയ ഒരു വേസ് ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ആവശ്യം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലവർ വേസ്. ഇതുണ്ടാക്കാനുള്ള സാധനങ്ങൾ ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു. കുറച്ച് സിമൻറ്റ് വേണം, കട്ടിയുള്ള ഒരു ടർക്കി അല്ലാന്നുണ്ടെങ്കിൽ കട്ടിയുള്ള ഒരു തുണി ഏതെങ്കിലും വരണം. നമുക്കിഷ്ടമുള്ള ലെങ്ത്തിലുള്ളത് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് പ്ലാസ്റ്റർ ഓഫ് പാരീസ് വേണം, കുറച്ച് മിറർ ഞാൻ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. നമുക്കിനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. കുറച്ച് സിമൻറ്റ് എടുത്ത് ഇതുപോലെ മിക്സ് ചെയ്യുക. ഒരു ടർക്കി ഇതിനുള്ളിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് നനച്ചെടുക്കുക. ആവശ്യമുള്ള ചുളുക്കുകൾ കൊടുത്തിട്ട് നമ്മൾ ഇതിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു. ഈ ഫ്ലവർ വേസിനെ ഇതുമാതിരി ഞാൻ പ്ലാസ്റ്റർ ഓഫ് പാരീസ് സെറ്റ് ചെയ്ത് അതിനകത്ത് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറക്കി വെച്ചു. എന്നിട്ട് അതിൽ മിറർ വെച്ച് കൊടുത്തു. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം നമുക്ക് പുതുമയുള്ള വീഡിയോ ആയിട്ട് പിന്നെയും കാണാം.